ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ SCRT പാഠഭാഗം പാർട്ട് 10 എടുക്കുന്നത്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. നോക്കാം. ബ്രിട്ടീഷുകാർ ബംഗാളിൻ്റെ സമ്പന്നമായ കാർഷിക മേഖലയെ ലക്ഷ്യമാക്കിയാണ് ബംഗാൾ കീഴടക്കുന്നത്. അതിനുശേഷം കർഷകർക്ക് മേൽ അമിതമായ നികുതിഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നികുതി പിരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടത് എങ്ങനെയാണ്? ജമീന്ദാർമാർ എന്നാണ്. കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടത് സാഹുക്കാർ എന്നുമാണ്. ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1853 ഏപ്രിൽ 16 വൈകുന്നേരം 3:35 ബോംബെ ടു താനെയാണ് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. 14 കോച്ചുകളുള്ള ഈ ട്രെയിനിൽ ആദ്യമായിട്ട് 400 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബോംബെ ടു താനെയാണ് ഓടിയത്. ഇനി കേരളത്തിൽ റെയിൽവേ ആരംഭിക്കുന്നത് എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഏതൊക്കെയായിരുന്നു? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ സന്യാസി കലാപവും ഫക്കീർ കലാപവുമായിരുന്നു. അപ്പോൾ ബംഗാളിൽ നടന്ന 2 കാർഷിക കലാപങ്ങളാണ് പറയുന്നത്. അത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്നതാണ്. സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇതേ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഫറാസി കലാപങ്ങൾ എന്നാണ്. 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ആ കാലയളവിൽ തന്നെ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ അറിയപ്പെട്ടത് എന്താണ്? ഫറാസി കലാപങ്ങൾ എന്നാണ്. കർഷകരെ കൂടാതെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ അതാണ് ഇനി നോക്കുന്നത്. കർഷകരെ കൂടാതെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫീലുകൾ, കോലികൾ, കോളുകൾ, സാന്താൾമാർ, കുറിച്യർ. ഇത്രയും പേരാണ്. ഫീലുകൾ എവിടുത്തെയാണ്? മറാത്തയാണ് ഫീലുകൾ മറാത്തയാണ്. കോലികൾ എന്താണ്? അഹമ്മദ് നഗറാണ്. അഹമ്മദ് നഗറിലുള്ളത് കോലികളാണ്. ചോട്ടാ നാഗ്പൂരിലുള്ളത് ആരാണ്? കോളുകൾ ചോട്ടാ നാഗ്പൂരാണ്. അതുപോലെ രാജ്മഹൽ കുന്നിലുള്ളതാണ് സാന്താൾമാർ. വെരി ഇമ്പോർട്ടൻറ്റ്. സാന്താൾമാർ രാജ്മഹൽ കുന്നിലുള്ളതാണ്. ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്ന്. ഇനി കുറിച്യർ എവിടെയാണ്? വയനാട്ടിലാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കേണ്ടതാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കും. അടുത്തത്, സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെ ചേർന്നാണ്? സിദ്ധുവും കാൻഹുവും ചേർന്നാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ആരൊക്കെ ചേർന്നാണ്? സിദ്ധുവും കാൻഹുവും ചേർന്നാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നാട്ടുരാജാക്കന്മാരെയും ഭൂപ്രഭുക്കന്മാരെയുമാണ് ഇനി നോക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലായിട്ട് കലാപങ്ങൾ ഉണ്ടായി. അവിടേക്ക് നേതൃത്വം കൊടുത്ത നാട്ടുരാജാക്കന്മാർ, ഭൂപ്രഭുക്കന്മാർ. നമുക്കറിയാം, കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ പാലിയത്തച്ഛൻ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ. പിന്നെ ബാക്കി നമുക്ക് നോക്കാം. മലബാറിലെ പഴശ്ശിരാജ. ഇത്രയും നമുക്ക് കേരളത്തിലെയാണ് നോക്കേണ്ടത്. അപ്പോൾ മലബാറിലെ പഴശ്ശിരാജ, തിരുവിതാംകൂർ വേലുത്തമ്പി ദളവ, കൊച്ചി പാലിയത്തച്ഛൻ. ഇതിത്രയും നമുക്ക് അറിയാവുന്നതാണ്. ബാക്കി ഔദിലാരാണ്? രാജ ചേത് സിംഗ് ആണ്. തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് തിരുനെൽവേലിയിൽ നേതൃത്വം കൊടുത്തത്. ഇനി മരുതുപാണ്ഡ്യൻ എവിടെയാണ്? ശിവഗംഗയിലാണ്. ശിവഗംഗയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മരുതുപാണ്ഡ്യനാണ്. അപ്പോൾ തിരുനെൽവേലിയിലാണെങ്കിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്. അതുപോലെ ശിവഗംഗയിലാണെങ്കിൽ മരുതുപാണ്ഡ്യൻ ശിവഗംഗയാണ്. ഇനി കർണാടകയിൽ ആരാണ്? കിട്ടൂർ ചെന്നമ്മയാണ് കർണാടകയിൽ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. കേരളത്തിൽ പഴശ്ശി കലാപങ്ങൾക്ക് പഴശ്ശിരാജയെ പ്രേരിപ്പിച്ചത് എന്താണ്? കേരളത്തിൽ പഴശ്ശി കലാപങ്ങൾക്ക് പഴശ്ശിരാജയെ പ്രേരിപ്പിച്ചത് വടക്കേ മലബാറിൽ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ്. അപ്പോൾ
പഴശ്ശിരാജയ്ക്ക് കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞു. അതാണ് പഴശ്ശി കലാപത്തിന് കാരണം. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. ഇത്രയും പേരാണ് സഹായിച്ചത്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം എത്രയാണ്? 1809 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മെയ് 10 മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുപോലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയവർ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിവിധ പ്രദേശങ്ങളിൽ ഓരോരുത്തർ നേതൃത്വം നൽകിയിരുന്നു. അവരുടെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ലക്നൗവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. അലഹബാദിൽ ആരാണ്? അലഹബാദിൽ ലിയാഖത്ത് അലിയാണ് അലഹബാദിൽ നേതൃത്വം കൊടുത്തത്. ഇനി ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ്. ആരയിലാണെങ്കിൽ ബീഹാറിലാണ് കൻവർ സിംഗ് ആണ് നേതൃത്വം കൊടുത്തത്. ഫൈസാബാദിൽ ആരാണ്? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നേതൃത്വം കൊടുത്തത്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. കണ്ണ് നയനം എന്ന് പറയത്തില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഓർത്താൽ മതി. കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പി. പിന്നെ ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ അലഹാബാദിലെ ലിയാഖത്ത് അലിയാണ്. അലഹാബാദ് അലി അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഝാൻസി അറിയാലോ, ഝാൻസി റാണി ലക്ഷ്മിബായി ആണെന്ന്. പിന്നുള്ളത് ബീഹാറാണ്. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ആരാ എന്നും ചോദിക്കുക. ആരായിൽ കൻവർ സിംഗ് ആണ്. പിന്നെ ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ളയുമാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.